അന്യപുരുഷനൊപ്പം സ്വന്തം അമ്മയെ നഗ്നയായി കാണേണ്ടി വരുന്ന ഒരു മകൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? +1 പഠിക്കുന്ന മകൻ്റെ ഫോണിലേക്ക് എത്തിയ അമ്മയുടെ നഗ്ന വീഡിയോ അവൻ്റെ മനസ്സിനെ താളം തെറ്റിച്ചു. ഒരു കുടുംബത്തെ തന്നെ തകർത്തു. കണ്ണൂർ സ്വദേശികളായ പ്രവാസി കുടുംബം കുവൈറ്റിലാണ് താമസിക്കുന്നത്. ഒരിക്കൽ അവധിക്ക് 4 കുട്ടികളുടെ അമ്മയായ വീട്ടമ്മ തനിച്ച് നാട്ടിലെത്തിയതാണ്. അവിടെ വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഒരു യുവാവുമായി പരിചയത്തിലാകുന്നു. ആ അടുപ്പം സൗഹൃദമായി വളർന്നു. അയാൾക്കൊപ്പം വീട്ടമ്മ 4 ദിവസത്തോളം താമസിച്ചു. അതിനിടെയാണ് വടകര സ്വദേശി മുഹമ്മദ് ജാസ്മിൻ എന്ന യുവാവ് ജ്യൂസിൽ മദ്യം നൽകി വീട്ടമ്മയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയത്. പിന്നീട് ഭീഷണിപ്പെടുത്തി പലതവണ പണം തട്ടി. വീട്ടമ്മയുടെ പരാതിയിൽ പോലീസ് പ്രതിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കേസ് അതുകൊണ്ടും തീർന്നില്ല. സ്വന്തം അമ്മയുടെ നഗ്ന ദൃശ്യങ്ങൾ പ്രായപൂർത്തിയാകാത്ത മകന് അയച്ചു കൊടുത്തതിന് പ്രതിയെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു. വീട്ടമ്മമാരെ കെണിയിൽ വീഴ്ത്താൻ ഇതുപോലെ പല സംഘങ്ങളും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവരുടെ വലയിൽ വീണാൽ സ്വന്തം കുടുംബജീവിതം തകരുമെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഈ മുഹമ്മദ് ജാസ്മിൻ ഇനിയും സ്ത്രീകളുടെ പിന്നാലെ വരാം. അതുകൊണ്ട് ഇവനെ സൂക്ഷിച്ചോണം. ഈ ഒരു വാർത്ത നിങ്ങൾ കേട്ടല്ലോ. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം കണ്ണൂരുണ്ടായ മറ്റൊരു വെടിവെച്ച ആ സംഭവം, അതിൻ്റെ അകത്തെ ആ ഒരു സ്ത്രീയുടെ ക്ലാസ്മേറ്റ് നമ്മുടെ ചാനലിൽ വരുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവർ ഇൻസ്റ്റ എന്നോട് ചാറ്റ് ചെയ്തപ്പോൾ അവരൊക്കെ ക്ലാസ്മേറ്റായിട്ട് പഠിക്കുന്ന കാലത്ത് ആ സ്ത്രീയൊക്കെ വളരെ നല്ല സ്വഭാവക്കാരിയായിരുന്നു. പിന്നീട് ഇങ്ങനെ ആവുന്നു എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഒരു വാചകം. നമ്മൾ പഠിക്കുന്ന കാലത്തും കല്യാണം കഴിച്ച് പോന്നു കഴിഞ്ഞും 2 or 3 കുട്ടികളുണ്ടായി കഴിഞ്ഞും ഒക്കെ നമ്മൾ ഭർത്താവിനെയും മക്കളെ സ്നേഹിച്ച് കുടുംബം നല്ലപോലെ നോക്കി തന്നെ പോകുന്നവരാ. അല്ലാതെ ആരും വൃത്തികെട്ട സ്വഭാവമോ കാണുന്നവരുടെ എല്ലാം പറയാൻ പോകുക ഇതൊന്നും ഉള്ളവരല്ല. എന്നിട്ടും ചില സാഹചര്യം കൊണ്ട് ചില അഴുക്ക് ചാലിക്കൂടെ നമ്മൾ ഒഴുകേണ്ടി വരുന്നു. നമ്മുടെ കുടുംബം നശിപ്പിക്കാൻ നമ്മളായിട്ട് തന്നെ മുൻകൈ എടുക്കുന്നു. നാനാകോശമായിട്ട് വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും വെറുക്കപ്പെട്ടു. അവസാനം ഒന്നെങ്കിൽ ആത്മഹത്യയൊക്കെ ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് നമ്മളൊക്കെ എത്തിച്ചേരുന്നത്. ആദ്യകാലം തൊട്ട് ബാല്യം തൊട്ട് കൗമാരം യൗവനം ഒക്കെ നോക്കുമ്പോഴും നമ്മൾ വളരെ ഡീസൻ്റാണ്. പിന്നെ എവിടെയാണ് നമുക്ക് പിഴച്ചതെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യം, സിറ്റുവേഷൻ, ഇതെല്ലാം കുറേ ഘടകങ്ങളാണ്. പ്രലോഭനങ്ങളാണ് ഇങ്ങനെ വന്നുവിടുന്നത്. ആ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള മനസ്സിൻ്റെ തൻ്റെ ഇടം, മനസ്സാന്നിധ്യം നമ്മൾ നല്ല പോലെ നമ്മുടെ മനസ്സിൻ്റെ കൺട്രോള് എവിടെയും കൈവിട്ട് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞ പോലെ വീട്ടമ്മമാരെ വളയ്ക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇപ്പോഴല്ല, കുറേ കാലമായിട്ട് അതുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു യുവതി കല്യാണമൊക്കെ കഴിച്ചിട്ട് 2 മക്കളുമൊക്കെ ആയിക്കഴിഞ്ഞ് ആ മക്കളുടെ പഠിത്തം, ഭർത്താവ് പല ബിസിനസ് അല്ലെ പല ജോലിയൊക്കെ ആയിട്ട് തിരക്കായിട്ട് ഇങ്ങനെ പോകുന്നു. സ്ത്രീ എന്ന് പറയുമ്പോൾ അവർ പൂർണ്ണമായിട്ടും വീട്ടിലേക്ക് അങ്ങ് ഒതുങ്ങി ജോലിക്ക് പോകുന്നില്ലാത്ത ഒരു വീട്ടമ്മയാണ്. ഈ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും മാത്രം കാര്യങ്ങൾ നോക്കി ഒരു യന്ത്രം പോലെ ആയിത്തീരുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു സ്ത്രീക്ക് ഒരു 10, 36, 40 വയസ്സിൻ്റെയൊക്കെ ഇടയിലൊക്കെ ആ സ്ത്രീയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു യാന്ത്രികതയായിരിക്കും. രാവിലെ എണീക്കുക, അതിരാവിലെ എണീക്കുക, പണി ചെയ്യുക, ഭർത്താവിനെ ഓഫീസിൽ വിടുക, കുട്ടികളെ സ്കൂളിൽ വിടുക, അല്ലെ അങ്ങനെ പോയിട്ട് അവളുടെ കാര്യം പോലും അവൾക്ക് നോക്കാനുള്ള ഒരു സമയം കിട്ടാത്തത്ര തിരക്കും അങ്ങനെയൊക്കെ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരു കറി വെച്ച് കൊടുത്താൽ പോലും ഒരു പ്രശംസാ വാചകം കിട്ടിയാൽ അല്പം മോശമായെന്ന് പറയും. മക്കളാണെങ്കിലും ഓർഡർ ഇടുന്ന മാതിരി സംസാരിക്കും. ഒരു സ്നേഹത്തിൻ്റെ അനുഭവമൊന്നും ചിലപ്പോൾ നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടാതെ വരും. ഭർത്താവാണെങ്കിൽ ആദ്യകാലത്ത് വളരെ സ്നേഹമായിട്ട് പെരുമാറുന്ന ഭർത്താവ് ഇപ്പം ചില സ്ത്രീകൾ പറയാറുണ്ട്, അയാൾ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടോ അയാൾ എന്നെ ഒന്ന് ഉമ്മ വെച്ചിട്ടോ കാലങ്ങളോ വർഷങ്ങളോ ആയെന്ന്. എന്ന് വെച്ചാൽ അതൊക്കെ നമ്മളുടെ ഇടയിൽ നിന്ന് അങ്ങ് മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ കല്യാണം കഴിഞ്ഞ ഇടയ്ക്കൊക്കെ അടുക്കള നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിക്കുകയും കാതിൽ സ്വകാര്യം പറയുകയും ഉമ്മൊക്കെ ചെയ്യുന്നൊരു കാലമുണ്ട്. പിന്നെ അത് ഹണിമൂൺ എന്നുള്ള പോലെ പിന്നെ അതങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഭർത്താക്കന്മാർ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എത്രയധികം തിരക്കും എത്രയധികം ടെൻഷനുള്ള ലൈഫാണേലും സ്ത്രീകൾക്ക് ആവശ്യമായ സ്നേഹം ഉള്ളി വെക്കാതെ സ്നേഹം പുറമേ പ്രകടിപ്പിക്കണം. ആവശ്യമായ പ്രശംസാവാചകങ്ങൾ, ഒരു നല്ലതായിട്ട് കറി വെച്ച് കൊടുത്താൽ അത് നല്ലതാണെന്ന് പറയണം. ഒരു ഡ്രസ്സ് ഇട്ടാൽ അത് നല്ല ഡ്രസ്സാണ്, നിനക്ക് ഇണങ്ങുന്നുണ്ടെന്ന് പറയണം. ഇടയ്ക്ക് ഒരു ഡ്രസ്സ് മേടിച്ചു കൊണ്ട് കൊടുക്കണം, ഇടയ്ക്ക് പുറത്ത് കൊണ്ടുപോകണം. ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഒത്തിരി പേരും ഒക്കെ കേട്ടോ, ഇല്ലെന്നല്ല. അങ്ങനെ പുറത്ത് കൊണ്ടുപോകണം. അവരൊരു യന്ത്രമല്ല എന്നുള്ള രീതിയിൽ തന്നെ പെരുമാറണം. അല്ലാത്ത ഭർത്താക്കന്മാർ മനസ്സിലാക്കുക, നിങ്ങൾ ഇരിക്കേണ്ടടുത്ത്
വേറൊരുത്തൻ കയറിയിരിക്കും, അത് ഉറപ്പാണ്. കാരണം നിങ്ങൾ ഒട്ടും മൈൻഡ് ചെയ്യാതെ സ്ത്രീകളെ വിടുമ്പം അവിടെ ഒരു മൂന്നാമതൊരു വ്യക്തി കടന്നു വരുമ്പം ഒരു മരുഭൂമിയിൽ ഒരു മഴ പെയ്ത അനുഭൂതിയാണ് സ്ത്രീകൾക്കുണ്ടാകുക. കാരണം അവന് വളയ്ക്കണം എന്നുണ്ടെങ്കിൽ അവൻ വളയ്ക്കേണ്ടതായ വാചകങ്ങളായിരിക്കും ആദ്യമേ തന്നെ പറയാം. ആദ്യമേ തന്നെ നിന്നെപ്പോലൊരുത്തിയെ കിട്ടിയ നിൻ്റെ ഭർത്താവ് എന്ത് ഭാഗ്യവാനാണെന്നും പറഞ്ഞായിരിക്കും സ്റ്റാർട്ടിങ്. പിന്നെ സൗന്ദര്യം അങ്ങ് വർണ്ണിക്കും. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ ഈ ഭർത്താവ് ഭാര്യയുടെ സൗന്ദര്യം വർണ്ണിക്കാൻ പോയിട്ട് ഭാര്യയെ ശരിക്കൊന്നും നോക്കുന്നു പോലും ഉണ്ടാവില്ല. ആ ഒരവസ്ഥ നിൽക്കുന്ന സ്ത്രീയോടാണ് ഇപ്പറേ ഒരുത്തം വന്നു, അയ്യോ നിൻ്റെ കണ്ണ് കൊള്ളാം, കാത് കൊള്ളാം, ചെവി കൊള്ളാം, അല്ലെ അത് കൊള്ളാം, ഇത് കൊള്ളാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഐശ്വര്യ റായിയെ പോലെയാണെന്ന് അവൻ പറഞ്ഞു പോയി. കാരണം അവൻ്റെ ഉദ്ദേശം വേറൊന്നുമില്ല, എങ്ങനെയും വളച്ചൊടിച്ച് അവൻ്റെ കിടപ്പറയിൽ ഇവളെ എത്തിക്കണമെന്നുള്ളൂ. പക്ഷേ ഈ സ്ത്രീ അത് മനസ്സിലാവില്ല. സ്ത്രീ ചിന്തിക്കുന്നത് അവൾ എന്തോ ഒരു നല്ല ഭയങ്കര സുന്ദരിയാണ്, അല്ലെ അവൾക്ക് എന്തൊക്കെയോ ഒരു പ്രത്യേകതയുണ്ട്, മറ്റുള്ള സ്ത്രീകളെ പോലെ അല്ല അവൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്, അതാണ് അവനിങ്ങനെ പറയുന്നതാണ് ആ പാവം സ്ത്രീ ചിന്തിക്കുക. പക്ഷേ അവൻ്റെ ഉദ്ദേശം വേറൊന്നുമില്ല, വളച്ചൊടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവൻ ആ ശരീരം പങ്കിടണമെന്നുള്ള ഒറ്റ ഉദ്ദേശമുള്ളൂ. അതിന് മാക്സിമം വാചകങ്ങൾ അവൻ പറയും. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏറ്റവും അധികം സ്ത്രീകൾ വീഴുന്ന പ്രശ്നം റീയൂണിയൻ, അതായത് കോളേജ് ഗ്രൂപ്പ്, SLC തൊട്ട് ഗ്രൂപ്പുണ്ടല്ലോ, ആ ഗ്രൂപ്പുണ്ട്, ഈ ഗ്രൂപ്പുണ്ട്, അങ്ങനെ കുറേ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ചുമ്മാ സാധാരണ കയറുന്ന പോലെ അങ്ങ് കയറും, ജോയിൻ ചെയ്യും. പക്ഷേങ്കിൽ കോളേജ് കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ആ കാലഘട്ടത്തിൽ നമ്മളോടൊരിഷ്ടം തോന്നി ഒരുത്തനുണ്ടാവാം അവിടെ. അന്ന് അവനത് പറയാൻ പറ്റാതെ വന്നിട്ടുണ്ടാകാം. പറയാൻ പറ്റാത്ത വേറൊന്നുമല്ല, അന്ന് അവനതിനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. അവൻ പറയാതെ മനസ്സിൽ സൂക്ഷിച്ചതായിരിക്കും. പിന്നീട് നമ്മൾ കോളേജ് ഗ്രൂപ്പിൽ വന്നു കഴിയുമ്പോൾ പതുക്കെ അവിടുന്ന് ഗ്രൂപ്പിൽ നിന്ന് പേഴ്സണൽ നമ്പർ എടുത്തിട്ട് ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒക്കെ അയച്ചു തുടങ്ങും. പിന്നീട് നമ്മളോട് അവൻ പതുക്കെ സംസാരിച്ചു തുടങ്ങും. പിന്നെ അവൻ ആ പഴയ ആഗ്രഹം പുറത്ത് പറയുന്നു. അത് പറയുന്നതോടൊപ്പം തന്നെ പറയുന്നു, എൻ്റെ സങ്കല്പത്തിലെ ഭാര്യ നീ ആയിരുന്നല്ലേ, നിന്നെപ്പോലത്തെ ഒരു സ്ത്രീയാണ് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത്, പക്ഷേ എനിക്ക് കിട്ടിയത് ഒരു ഭദ്രകാളിയെ, എനിക്ക് അവളുടെ കൂടെയുള്ള ജീവിതമില്ല. ഇങ്ങനെ ആദ്യം അവൻ്റെ ദയനീയ അവസ്ഥ, വേണമെങ്കിൽ ഭാര്യ തളർന്നു കിടക്കാമെന്ന് വരെ അവൻ പറഞ്ഞു ഒപ്പിച്ചിരിക്കും. അങ്ങനെ ദയനീയ അവസ്ഥ പറഞ്ഞു ഭാര്യ അവൻ തമ്മിൽ യാതൊരു ദാമ്പത്യമില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, ഇങ്ങനെയൊക്കെ അടിച്ചടിച്ചടിച്ച് പതുക്കെ ന്യൂട്രൽ അവൻ. പണ്ട് ഞാൻ പറഞ്ഞ പോലെ പാമ്പിനെ കീരി വളയ്ക്കുന്ന പോലെ അകല വട്ടത്തിൽ മുള്ളി അടുപ്പിച്ച് അതിനെ മയക്കി അതിനെ തലക്കടിച്ച് വീഴിക്കുന്ന അങ്ങനെ ഒരു കഥ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പാമ്പ് കീരിയെ വളയ്ക്കുന്ന വിധം, ആ പാമ്പ് കീരിയെ വളയ്ക്കുന്ന പോലെയാണ് സ്ത്രീയെ പുരുഷൻ വളയ്ക്കുന്നത്. പതുക്കെ അകലെ കണ്ട് അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഏത് വളയാത്ത വളയും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയെന്ന്. ബുദ്ധിമതിയായ സ്ത്രീകളുടെ സൗന്ദര്യം വർണ്ണിച്ച സ്ത്രീകളെ വീഴിക്കാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ബുദ്ധിമതിയായ സ്ത്രീകളെയും വീഴിക്കാനുള്ള പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ഇറക്കണമെന്ന് മാത്രമല്ല, അതൊക്കെ പുരുഷന്മാർക്കറിയാം. ഞാൻ ഇനി അത് പുതിയതായിട്ട് പറഞ്ഞിട്ട് ഇന്നാളൊരു കമൻറ്റ് ഉണ്ട്, അറിയാൻ മേലാത്ത കാര്യം ചേച്ചി ഐഡിയ പറഞ്ഞു തന്നു, ഇനി അത് പ്രയോഗിക്കാൻ. അതുകൊണ്ട് ആ രീതിക്ക് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ സ്ത്രീകൾ മനസ്സിലാക്കുക, ഏത് പുരുഷൻ നിങ്ങളുടെ ഭർത്താവല്ലാതെ നിങ്ങൾ കുട്ടികളുമായിട്ട് ജീവിക്കുന്നതിൻ്റെ അകത്ത് നിങ്ങളുടെ പഴയകാല കോളേജ് സുഹൃത്തുക്കളാണേലും ആരാണേലും നിങ്ങളുടെ സൗന്ദര്യം വർണ്ണിച്ചോ അല്ലെങ്കിൽ നിങ്ങളായിരുന്നു അവരുടെ അന്ന് അവർക്ക് അത്രയും ഇഷ്ടം ഉണ്ടായിരുന്നത് പറയാൻ പറ്റിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പം ആ പ്രലോഭനത്തിൽ പോയി സത്യത്തിൽ നിങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ നാളെ ചുവരിൽ തൂങ്ങുന്ന ഒരു ചിത്രമായി മാറും, അല്ലെങ്കിൽ നാളത്തെ പേപ്പർ വാർത്തയായി മാറാം. എങ്ങനെ നോക്കിയാലും നിങ്ങളുടെ ജീവിതം മാത്രം പോകും. ആ വന്നവൻ്റെ ജീവിതം ഒന്നും പോലെ ചിലപ്പോൾ ഒരുപക്ഷെ അവൻ്റെ പേരോ ഒന്നും പിക്ചറിൽ പോലും വരികയില്ല. അങ്ങനത്തെ 100 അനുഭവങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ പേപ്പറിൽ വരാത്തതും മരിച്ചു പോകാത്തതും ഒക്കെ ആയ ഒത്തിരി കേസ് എനിക്കറിയാവുന്നുണ്ട്. ഒരു സ്ത്രീ ഇങ്ങനെ ഒരു കേസിൽപ്പെട്ട് വീട്ടുകാരെല്ലാം അറിഞ്ഞു. ഒരു സ്ത്രീ എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ, അന്ന് അവളുടെ വായിൽ നിന്ന് ആ ഒരു വിവരങ്ങളെല്ലാം അവളുടെ മോള് തന്നെ ഒരു സീൻ കണ്ട്, ഇതിൻ്റെ അകത്ത് കണ്ട പോലെ തന്നെ മോള് തന്നെ ഒരു സീൻ കണ്ട്. അങ്ങനെ ഇപ്പോൾ അവളുടെ വായിൽ നിന്ന് പറയുന്ന ഒരേ ഒരു വാക്ക്, അത് ഞാൻ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വാക്കാണ്. അവൾ പറഞ്ഞു, അന്ന് 36 വയസ്സാണ് അവൾക്ക്. അന്ന് അവളെന്നോട് ഞാൻ ഈ 36 വയസ്സ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത എൻ്റെ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഒരു അഡ്രസ്സ് ഉണ്ടല്ലോ, അതായത് നല്ലൊരു സ്ത്രീ, ഒരു കുടുംബത്തിരിക്കാവുന്ന ഒരു നല്ല സ്ത്രീ എന്നുള്ള ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് ഞാൻ നിമിഷം കൊണ്ട് കളഞ്ഞു. അതാണ് ശരി. ആങ്ങളമാരുടെ അടുത്ത്, അച്ഛൻ്റെ അമ്മയുടെ അടുത്ത്, എല്ലാവരും അറിഞ്ഞ ആ കാര്യം, ബന്ധുക്കാരുടെ അടുത്ത്, നാട്ടുകാർ അത്ര അറിഞ്ഞില്ല, എല്ലാവരുടെ അടുത്തും ഈ സ്ത്രീയുടെ അന്ന് വരെ ഉണ്ടായിരുന്ന ആ ഒരു ഇമേജ് നമ്മൾ ഒറ്റ നിമിഷം കൊണ്ട് ആ സ്ത്രീ കളഞ്ഞു. അപ്പോഴാണ് ആ പോയതിൻ്റെ വാല്യൂ മനസ്സിലാകുന്നത്. അല്ലാതെ വലിയ കേസൊന്നും ഉണ്ടായില്ല, പറച്ചിലൊന്നും ഉണ്ടായില്ല. സ്വന്തം ഭർത്താവ് വരെ അറിഞ്ഞു, മക്കൾ പറഞ്ഞു. പക്ഷേ അവരിപ്പോഴും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നുണ്ട്. കാരണം ദാമ്പത്യമല്ലേ, ചെതറി പോകണ്ടെന്ന് കരുതി ബന്ധുക്കാരും എല്ലാം ചർച്ച ചെയ്ത്, എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് ഭർത്താവിനെ സമാധാനിപ്പിച്ച് പോകുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതൊരു കരട് തന്നെയാണ്, ദാമ്പത്യത്തിൽ വീണ കരട് തന്നെയാണത്. അത് പിന്നെ ലൈഫിനെ നല്ലപോലെ ബാധിക്കും. അപ്പോൾ അത് എന്താണ്
സംഭവിച്ചത്. ഒരേ ഒരു നിമിഷത്തിൻ്റെ പ്രലോഭനത്തിലാണ് പോയി വീണത്. അതായത് ആ പറഞ്ഞ സ്ത്രീയുടെ ആ വന്ന പുരുഷൻ ക്ലാസ്മേറ്റ് ആയിരുന്നു. അവൻ്റെ ഭാര്യ വലിയ ശാലീന സൗന്ദര്യം, അവൾ ഇങ്ങനെ ഒരു മോഡേൺ അല്ല. അവൻ്റെ സങ്കല്പത്തിലെ പെണ്ണ് ഭയങ്കര മോഡേണാണ്. ഈ പറഞ്ഞ എൻ്റെ ഈ കൂട്ടുകാർ നല്ല മോഡേണാണ്. അപ്പോൾ പതുക്കെ അങ്ങനെ സംസാരിച്ച് വെറും ഫ്രണ്ട്ഷിപ്പിൽ സംസാരിച്ച് തുടങ്ങി. പിന്നെ അങ്ങോട്ട് മണിക്കൂറോളം ഫോണായി, എന്തിനും ഏതിനും അങ്ങനെ ആയി. പിന്നെ ഈ പറഞ്ഞ ഈ വാർത്തയിലെ പോലെ ഒരു 3-4 ദിവസം യാത്ര പോയി. പിന്നെ ഒരു ദിവസം വീട്ടിൽ വിളിച്ച് വരുത്തി. അത് മോള് കാണുന്നു. മോള് എന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോടാണ് പറയുന്നത്. അങ്ങനെയാണ് അത് പുറത്തായത്. അതായത് മോളുടെ അച്ഛൻ്റെ വീട്ടുകാരോടാണ് പറഞ്ഞത്. അതിങ്ങനെ പത്രവാർത്തയൊന്നും ആയില്ല, വളരെ കൂളായിട്ട് പോയ ഒരു കാര്യമാണ്. പക്ഷേ ഒരു പ്രലോഭനത്തിൽ ചെന്ന് വീണേൻ്റെ ഫലമായിട്ട് ഇവിടെ ജീവിത അവസാനം വരെ സ്വന്തം ഭർത്താവിൻ്റെ മുന്നിൽ ഒരു കുറ്റവാളിയുടെ ഇമേജോടെയാണ് ജീവിക്കേണ്ടി വരിക. അങ്ങനെയല്ലേ, എന്നെ പോരാഞ്ഞിട്ടല്ലേ നീ വേറൊരുത്തിനെ തേടി പോയെന്നല്ലേ ഭർത്താവ് ചിന്തിക്കുകയല്ല, വേറൊന്നും ചിന്തിക്കുകയല്ലോ. അപ്പം അല്ലേ അത് ആ ഒരു സംഭവം കേൾക്കുന്ന ബന്ധുക്കാരെന്താ ചിന്തിക്കുക, ഇവൾക്ക് എന്തിൻ്റെ സൂക്കേടാണ് ഇതുപോലത്തെ ഒരുത്തനുണ്ടായിട്ട് ഇവൾ വേറൊരുത്തൻ്റെ പുറകെ പോയി, ഇങ്ങനെയാണ് പറയുക. അവിടെ നമ്മുടെ ആ സ്ത്രീത്വത്തെ അവമാനിക്കപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ശരിക്കും. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു പുരുഷൻ വന്നിട്ട് നിങ്ങളെ വളയ്ക്കാൻ വേണ്ടി പണ്ടത്തെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ളവരോ അല്ലെ പുറത്തു നിന്നുള്ളത് പ്രായം കുറഞ്ഞ ആൻറ്റിമാരെ വളയ്ക്കാൻ വേണ്ടി പ്രായം കുറഞ്ഞ ആൺപിള്ളേർ വരും. ഇവരെല്ലാം നിങ്ങളെന്തോ ഒരു മറ്റുള്ളവരിൽ നിന്നൊക്കെ മാറി നിങ്ങൾക്ക് മാത്രമായിട്ട് എന്തോ ഒരു വല്ലാത്ത പ്രത്യേകതയുണ്ടെന്ന് അങ്ങ് വർണ്ണിച്ചു വെക്കും. അത് വെറുതെ ആദ്യം മനസ്സിലാക്കുക. എങ്ങനെ വളച്ച് ചുറ്റി അവൻ അത് അവതരിപ്പിച്ചാലും നിങ്ങൾ മനസ്സിലാക്കുക, അവൻ്റെ കിടപ്പറയിൽ നിങ്ങളെ എത്തിക്കാനുള്ള ഒരു സൂത്രം മാത്രമാണ്. അല്ലാതെ നിങ്ങൾക്കൊരു പ്രത്യേകതയില്ല. ഇപ്പുറത്തെ സൈഡിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഒന്ന് സ്നേഹത്തോടെ ഒരു വാക്ക് പറയില്ല, സ്നേഹത്തോടെ ഒരു നോട്ടം നോക്കില്ല, ഒരു കെയറില്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ഒന്നും ഇല്ലായിരിക്കാം. അപ്പം നിങ്ങൾ ഭർത്താവിനെ വെറുക്കുന്നുണ്ടാവാം. അപ്പോഴും മനസ്സിലാക്കുക, ഈ ഭർത്താവ് എന്ന വ്യക്തി വെളിയിൽ പോയി വലിയ സ്നേഹവാക്കൊന്നും പറയുന്നില്ലെങ്കിലും ആ വെളിയിൽ പോയിട്ട് പുള്ളി അവനവൻ്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടി അധ്വാനിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പക്ഷേ ഇച്ചിരി പരുക്കനൊക്കെ ആയി പോകുമായിരിക്കാം. നിങ്ങളത് ക്ഷമിക്കുക തന്നെ വേണം. എന്നാലേ നമ്മുടെ കുടുംബം മുന്നോട്ട് നല്ലപോലെ പോകുള്ളൂ. അല്ലെ നമ്മളായിട്ട് 10 മാസം ചുവന്ന് പ്രസവിച്ച് കൊണ്ടുവന്ന ഈ മക്കളുടെ ജീവിതം ഭിന്നമാക്കി നമ്മൾ നിസ്സാരം തോന്നുന്ന മാംസദാഹത്തിൻ്റെ പുറകെ പോയി നമ്മുടെ മക്കളുടെ ലൈഫ് ഒരു സൈഡിൽ പോകും, ഭർത്താവിൻ്റെ ലൈഫ് ഒരു സൈഡിൽ പോകും. ഇനി ഇവരെല്ലാം ക്ഷമിച്ചാലും പിന്നീട് നമ്മളൊരു ശവത്തിന് തുല്യമായിട്ട് നമ്മൾ ജീവിക്കണം. അങ്ങനെ എങ്ങനെ നോക്കിയാലും മോശമാണ്. ഇത് പറഞ്ഞു വരുമ്പോൾ സ്ത്രീകളെ മാത്രമാണല്ലോ പറയുന്നതെന്ന് ഓർക്കേണ്ട. പുരുഷന്മാരായ ഭർത്താക്കന്മാർ നമ്മളെ പറ്റിച്ചിട്ട്, അതായത് നമ്മളെ വിശ്വസ്തയായ ഭാര്യയെ പറ്റിച്ചിട്ട് അവരും വേറെ പോകുന്നുണ്ട്. ആ ചെയ്യുന്നതും വളരെയധികം മോശമാണ്. കാരണം നിങ്ങൾക്ക് എന്നും ഭാര്യയുടെ കൂടെ കഴിഞ്ഞിട്ട് മടുക്കുമ്പോഴാണ് നിങ്ങൾ വേറെ തപ്പിപ്പോകുന്നത്. അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്, എന്നും ഒരു ചട്ടിയെ ചോറുണ്ടാൻ നിങ്ങൾക്ക് മടുപ്പ് വരുമെന്ന്. പക്ഷേ അതേ ചിന്താഗതി വീട്ടിൽ ഇരിക്കുന്ന നിങ്ങളുടെ ഭാര്യയ്ക്ക് തോന്നിയ ഭാര്യം പോകും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ 2 കൂട്ടരും ഒരു വിശ്വാസ്യതയാണ്, ആത്മാർത്ഥ സ്നേഹവും അതിൻ്റെ എല്ലാം അടിസ്ഥാനം വിശ്വാസം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം കളയരുത്. പിന്നെ എല്ലാവരും ഈ വിവാഹത്തിൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്ന ആ ഒരു സ്നേഹം അതേപടി ഹണിമൂൺ പോലെ നമുക്ക് ജീവിതാവസാനം വരെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നമുക്ക് കിടന്നാൽ ഉറക്കം വരാത്ത കുറേയധികം EMI പ്രശ്നങ്ങൾ കാണാം, കുറേയധികം കുട്ടികളുടെ പ്രശ്നങ്ങൾ കാണാം. ഇതെല്ലാം എടുത്താൽ പൊങ്ങാത്ത ഭാരമെല്ലാം തലേ വരുമ്പം പ്രേമവും അതും ഇതുമൊക്കെ മണ്ണാങ്കട്ട അതൊന്നും ഇല്ലായിരിക്കും. പിന്നെ നമ്മളൊരു നെട്ടോട്ടാണ് ഓടുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കൊച്ചു നല്ല അനുഭവങ്ങൾ കോർത്തിണക്കാൻ നമ്മൾ മറക്കരുത്. മറന്നുപോയാൽ നിങ്ങൾ വേറെ മൂന്നാമതൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് എൻട്രി ചെയ്യും. അവനാണേലും അവളാണേലും നമ്മുടെ ലൈഫിൽ എൻട്രി ചെയ്താൽ പിന്നെ നമ്മുടെ ജീവിതം പോയി, കോഞ്ഞാട്ടയായി. മൂന്നാമത്തെ വ്യക്തി വന്നു കഴിഞ്ഞാൽ പോയി എന്ന് ഓർക്കുക. അപ്പോൾ പ്രലോഭനങ്ങളിൽ വീട്ടമ്മമാരധികം വീഴാൻ നിൽക്കുക. ഗ്രൂപ്പുകളിലോ കോളേജ് ഗ്രൂപ്പുകളിലോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വായിച്ചു പോവുക. പേഴ്സണലായിട്ട് ആര് വിളിച്ചാലും നിർത്തേണ്ടത് അവനെ നിർത്തി ബ്ലോക്ക് ചെയ്ത് വിടുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നല്ല മനസ്സിന് നല്ല കരുത്തോടെ ചിന്തിക്കാനുള്ള വേണം. അല്ല സ്ത്രീകൾ ഇങ്ങനെ സ്ത്രീ വിമോചനം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നതിലല്ല കാര്യം. മനസ്സിനൊരു നല്ല കൺട്രോൾ വേണം. ആ കൺട്രോളിലെ പ്രലോഭനങ്ങളിൽ ചെന്ന് വീണ് ജീവിതം കോഞ്ഞാട്ടയാകും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.